പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പല വീടുകളിലും കെട്ടിടങ്ങളിലും ഉപയോഗിക്കുന്ന മാർബിളുകളും ഗ്രാനൈറ്റുകളും എങ്ങനെയാണ് നിർമ്മിച്ചെടുക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോ. ഹായ്, ഹലോ, നമസ്കാരം. മാർബിളിൻ്റെയും ഗ്രാനൈറ്റിൻ്റെയും പ്രസൻസ് ഉള്ള കോറുകൾ കണ്ടെത്തുന്നത് തന്നെയാണ് തുടക്കം. ഇവിടെ നിന്നും കല്ലുകൾ എങ്ങനെ വേർപെടുത്തിയെടുക്കാം എന്നതാണ് ആദ്യത്തെ കടമ്പ. ഇന്നത്തെ കാലത്ത് മാർബിളിനും ഗ്രാനൈറ്റിനും മൂല്യം ഏറി വരുന്നതിനാൽ അതിസൂക്ഷ്മമായാണ് ഇവയെ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഏതെങ്കിലും തരത്തിൽ പിഴവ് സംഭവിച്ചാൽ അത് വലിയ രീതിയിൽ തന്നെ നഷ്ടമുണ്ടാക്കുന്നു. മാർബിളുകളും ഗ്രാനൈറ്റുകളും നാം കാണുന്ന രൂപത്തിൽ എത്തുന്നതിൻ്റെ ഏറ്റവും പ്രയാസമേറിയ ഘട്ടം എന്തെന്നാൽ ഈ വലിയ പാറകൾ ലൈൻ ഇട്ടതിന് ശേഷം കട്ട് ചെയ്തെടുക്കുന്നതാണ്. ഏതാനും വർഷങ്ങൾക്ക് മുന്നേ സ്ഫോടക വസ്തുക്കളും മറ്റും ഉപയോഗിച്ചാണ് ഈ പാറകളെ വേർതിരിച്ചെടുക്കുന്നത്. എന്നാൽ ഇന്നത്തെ കാലത്ത് പ്രധാനമായും ഉപയോഗിക്കുന്നത് വയർ കട്ടിംഗ് മെഷീനുകളാണ്. ഡയമണ്ട് ചേർത്ത് നിർമ്മിച്ചെടുക്കുന്ന ഈ കട്ടിംഗ് മെഷീനുകൾക്ക് എത്ര വലിയ പാറകളെപ്പോലും നിഷ്പ്രയാസം നിശ്ചിത ഷേപ്പിൽ മുറിച്ചെടുക്കാൻ സാധിക്കും. വയർ കട്ടിംഗ് മെഷീനുകൾ മാത്രമല്ല കേട്ടോ, വലിയ ബ്ലേഡ് യൂസ് ചെയ്തും ഇപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ സൗകര്യപ്രദം മുറിച്ചെടുക്കുന്ന വലിയ ബ്ലോക്കുകളെ അതിസൂക്ഷ്മമായി മെഷീൻ്റെ സഹായത്തോടെ താഴേക്ക് ഇറക്കുന്നു. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന ബ്ലോക്കുകൾക്ക് ഏകദേശം 8 മീറ്റർ നീളവും 6 മീറ്റർ വീതിയും 280 ടൺ വരെ വെയിറ്റുണ്ട്. ശേഷം മെഷീൻ്റെ സഹായത്തോടെ ഈ ബ്ലോക്കുകളെ മറ്റൊരു സെക്ഷനിലേക്ക് എത്തിക്കുന്നു. വയർ കട്ടർ ഉപയോഗിച്ച് ഈ ബ്ലോക്കുകളെ ആവശ്യാനുസരണം മാറ്റം ചെയ്യുന്നു. ചെയിൻസോ ബ്ലേഡുകളും കട്ട് ചെയ്തെടുക്കുവാൻ ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെ മുറിച്ചെടുത്ത ബ്ലോക്കുകളെ ഫാക്ടറികളിലേക്ക് കൊണ്ടുപോകുന്നു. ക്രെയിനുകൾ ഉപയോഗിച്ച് ഈ ബ്ലോക്കുകളെ വലിയ ലോറികളിലേക്ക് മാറ്റുന്നുണ്ട്. ശേഷം അവയെ ഫാക്ടറികളിൽ എത്തിക്കുകയും അവിടെ വച്ച് ഈ ബ്ലോക്കുകളെ ആവശ്യാനുസരണം മുറിക്കുന്നതിന് വേണ്ടി മാർക്ക് ചെയ്യുകയും ചെയ്യുന്നു. അതിനുശേഷം തടി കൊണ്ട് നിർമ്മിച്ച ഒരു സ്റ്റാൻഡിന് മുകളിലായി ഈ ബ്ലോക്കുകളെ പ്ലേസ് ചെയ്യുന്നു. വലിയ ബ്ലോക്കുകൾ ആയതിനാൽ തന്നെ അതിനേക്കാൾ വലിപ്പമുള്ള ബ്ലേഡുകളാണ് ഇവിടെ കട്ട് ചെയ്യുവാൻ ഉപയോഗിക്കുന്നത്. പല സൈസിൽ 8 ബ്ലേഡുകളാണ് ഇതിൽ ഫിറ്റ് ചെയ്ത് വച്ചിരിക്കുന്നത്. ബ്ലേഡും ഈ വലിയ ബ്ലോക്കും ഒരേ ലൈനിൽ തന്നെയാണെന്ന് ഉറപ്പുവരുത്തുന്നു. ശേഷം ബ്ലേഡിലേക്ക് ഒരു കൂളൻ്റ് തുറന്നു വിടുന്നു. ബ്ലോക്ക് കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചൂട് കുറയ്ക്കുന്നതിന് വേണ്ടിയും ബ്ലേഡ് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഈ കൂളൻ്റ് യൂസ് ചെയ്യുന്നത്. ഇതെല്ലാം ക്രമീകരിച്ചതിന് ശേഷം വളരെ സാവധാനത്തിൽ ബ്ലേഡ് മൂവ് ചെയ്തു തുടങ്ങും. അങ്ങനെ ഘട്ടം ഘട്ടമായി സ്പീഡ് കൂടുകയും ബ്ലോക്ക് മുറിച്ചെടുക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ഈ ബ്ലോക്കുകളെ മറ്റൊരു സെക്ഷനിൽ എത്തിക്കുകയും അവിടെ വച്ച് ചെറിയ ചെറിയ കണക്ഷനുകളെ ഉളി ഉപയോഗിച്ച് വേർപെടുത്തിയെടുക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് സ്ലാബുകൾ വേർതിരിച്ചെടുക്കുന്നത്. ശേഷം ഈ സ്ലാബുകളെ വിവിധ മെഷീൻ്റെ സഹായത്തോടെ മിനുസപ്പെടുത്തിയെടുക്കുകയും വിവിധ ഷേപ്പുകളിലേക്കാക്കുകയും ചെയ്യുന്നു. എങ്ങനെയാണ് മാർബിളുകളും ഗ്രാനൈറ്റുകളും നാം കാണുന്ന രൂപത്തിൽ എത്തുന്നതെന്ന് നിങ്ങൾ കണ്ടില്ലേ? ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.